ഹലോ ഗൈസ്, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഫൈനലി നമ്മൾ ഇതെല്ലാം കാണിച്ചുതരാം. ഇപ്പോൾ ഞാൻ കുറച്ച് കളിച്ചിട്ടുണ്ടായിരുന്നു. 2-3 കളി കളിച്ച് ചില കളിയൊക്കെ പൊട്ടിയെന്നാൽ ചില കളി ജയിച്ച് അവസാനം നമ്മൾ വേൾഡ് ക്ലാസ് 4 ആയിട്ടുണ്ട്. 0 സ്റ്റാർസാണ്. നമുക്ക് ഇന്നത്തെ ദിവസം നമ്മൾ അത് കളിക്കത്തേ ഉള്ളൂ. പ്രത്യേകിച്ച് നമ്മൾ ചെയ്തിട്ടൊന്നുമില്ല വലുതായിട്ട്. ഇപ്പോൾ ഹോം ടീം സ്പെയിന് 99 റേറ്റിംഗ്. പുയോൾ നമ്മുടെ ക്യാപ്റ്റൻ. ഷോട്ട് ഓക്കെ, എത്ര മതി. വേൾഡ് ക്ലാസ് 5 ഉള്ളത് തന്നെ കിട്ടി. നമ്മൾ സ്റ്റെയിനും ഗുഡ്സിയും 1 റേറ്റിംഗ്. ഞാൻ 2 പ്ലെയേഴ്സ് കിടിലം ജേഴ്സിയൊക്കെ അവൻ്റെ കിടിലം പ്ലെയറാന്ന് തോന്നുന്നു. ഇപ്പോൾ നമ്മുടെ ടീമിൻ്റെ അവസ്ഥ ഇങ്ങനെ ഇരിക്കുന്നത്. സലാഹൊക്കെ ഉണ്ട്, പക്ഷെ നല്ല കാണുന്നുള്ളൂ. അവൻ്റെ റൈറ്റ് ബാക്ക് കുഴപ്പമില്ല, ലെഫ്റ്റ് ബാക്ക് കുഴപ്പമില്ല, അവൻ്റെ അടിപൊളി ലെഫ്റ്റ് ബാക്ക്. നമുക്ക് റണ്ണിങ് സെറ്റാകും കേട്ടോ. നല്ല പാസ്സൊക്കെയായിരുന്നു. പാസ് കിടിലം. ആ പാസ് നമ്മുടെ കിടിലം പാസ് കഴിയുന്നു. വെറുതെ അടിച്ച് കളയാതെ കളക്കാതെ അടിച്ച് ചിലപ്പോൾ അത് ഗോളാവേണ്ടത്. ലോങ് ഇട്ട് നോക്കാം. അയ്യോ, ലോങ് ഇട്ടാൽ സെറ്റായില്ലല്ലോ. ആ വിസിലടിക്കുന്നു. അത് ഞാൻ ന്യൂനവേഴ്സ് എന്തോ കാണിച്ചേ. ഇന്ന് നമുക്ക് പാക്ക് ഓപ്പൺ ചെയ്യാൻ ജെംസ് ഒന്നും ഇല്ല. അതുകൊണ്ട് ചിലപ്പോഴേ പാക്ക് ഓപ്പണിങ് നടക്കത്തുള്ളൂ. ജെംസും കിട്ടുകയാണെങ്കിൽ നമുക്ക് നോക്കാം. പക്ഷെ ഞാൻ കീപ്പർ കയറിയില്ലെന്ന് അടിച്ചാൽ കീപ്പറിന് അറിയിക്കൊണ്ടിരുന്നു. ഷോട്ട് ബ്ലോക്ക് ചെയ്തു. ഉള്ളതുകൊണ്ട് മാത്രം തൽക്കാലത്തേക്ക് നമ്മൾ രക്ഷപ്പെട്ടു. The fourth official has indicated there will be a minimum of 3 minutes of added time. With the prospect to be pleased note, Mr. Moon has left the building. ഓക്കെ, മാച്ച് സ്റ്റാർട്ട് ആയിട്ടുണ്ട്. അവൻ നമ്മുടെ ടീമിനെ വെട്ടിച്ച് ആദ്യത്തിന് ഇങ്ങനെയൊക്കെ ടാക്കിൽ എടുത്തിട്ടുണ്ട്. നമ്മളൊരു സീരിയസ് ആയിട്ട് കളിച്ചാൽ നമുക്ക് ജയിക്കാവുന്ന കളിയുള്ളൂ. നമ്മൾ ചുമ്മാ ഈസി ആയിട്ട് കളിക്കുന്നുണ്ട്. റണ്ണ് ചെയ്യേ എന്തുവാ സ്റ്റെയിനെ ഒന്നും റൺ പോലും ചെയ്യുന്നില്ല. കീപ്പറിന് വിഷമില്ലെന്ന് തോന്നുന്നു കേട്ടോ. കീപ്പറിന് വിഷമില്ല. മാക്സിമം ഡിഫെൻഡ് ചെയ്യാൻ നോക്കിയാണ്.
നമുക്ക് നടന്നില്ല. പക്ഷേ അതിൻ്റെ ആവശ്യമില്ല. ഓക്കെ, ഞാൻ അറിയാം ഒരു കണക്ഷൻ ലോസ്റ്റ് ആയിപ്പോയി. നെറ്റിൻ്റെ ഒന്ന് സീനായിരുന്നു. ഞാൻ ഗോളം അടിച്ചിട്ടില്ലെന്ന് തോന്നുന്നു. അത് നിർത്തി പോവുകയാണെന്ന് സംശയം. നെറ്റില്ല കേട്ടോ. നിർത്തിപ്പോയാൽ നമ്മൾ എന്തെങ്കിലും കളി വെച്ച്. ഓക്കെ, ആ നിർത്തിയിട്ടോ. ആ പോയി കളി നമ്മൾ ജയിച്ച്. എന്തോ സീനുണ്ട്. നിർത്തിപ്പോയിട്ടും കളി സ്റ്റാർട്ട് ആവുന്നില്ല. ഞാൻ ഗെയിം ഒന്നുകൂടെ റീസ്റ്റാർട്ട് ചെയ്യാമെന്ന് കരുതുന്നു. പക്ഷെ നമ്മുടെ സ്റ്റാർ പൂത്ത കളിച്ചില്ലേ. നമ്മളെയാണോ? നമുക്കാണോ ഡിസ്കണക്റ്റ് ആയത്? ഇത്രയും ജെംസേ ഉള്ളു. ഈ ജെംസ് വെച്ച് നമുക്ക് വല്ല ബാഗ് ഓപ്പൺ ചെയ്യാൻ പറ്റുമോ എന്ന് എനിക്കറിയത്തില്ല. ഈ 3000 ഓപ്പൺ ചെയ്യുന്നത് എന്തുകൊണ്ട് ലാഭമെന്ന് എനിക്ക് തോന്നുന്നത്. അത് ഓപ്പൺ ചെയ്യുന്നത് ഏറ്റവും നല്ലത്. നമുക്ക് അത് തന്നെ എടുക്കാം. എൻ്റെ ഈ സ്റ്റാർ ടോക്കൺ എൻ്റെ ഈ 10 ഉണ്ട് കേട്ടോ. എന്തിനാണെന്ന് എനിക്കറിയത്തില്ല. ചുമ്മാ ഇരിക്കട്ടെ. ഓ, ഇതാണ് എനിക്ക് വേണ്ട. കറക്റ്റ് പറ്റും. എനിക്കിത് വേണം. നമുക്ക് പറ്റുന്ന വല്ല ഉണ്ടോ എന്ന് സംശയമാണ്. എനിക്ക് ഈ മോഡ്രിച്ചിനെ എടുക്കണോടാ. ഇനി 31 ഉള്ളു. എനിക്കിപ്പോൾ ഇവനെ എടുക്കാം. മുള്ളൊന്നും എടുക്കാം. പക്ഷെ മുള്ളൊന്നും എടുത്താലും നമ്മളെന്തായാലും ഡബിൾ സൈക്കിൾ വെച്ച് അടിക്കത്തില്ല. അല്ലെങ്കിൽ ഇവനെ എടുക്കണം. മോഡ്രിച്ചിനെ എടുക്കത്തുള്ളൂ എന്തായാലും. വഞ്ചനുണ്ട്. എന്താണെന്ന് വെച്ചില്ല. ഇനി വഞ്ചന കിട്ടിയിട്ടുണ്ട്. സ്കിൽ മൂസിൽ ഓക്കെ, സ്കിൽ മൂസ് ഒന്നും എടുക്കണ്ട. സ്കില്ലൊന്നും ശരിയാക്കണം. ലൈൻ ചെയ്യുന്ന ട്രൈ ചെയ്ത് നോക്കട്ടെ. ഓ, ഇത് വലിയ രസമില്ലടാ. വേറെ ഏതെങ്കിലും സ്കില്ലൂടെ മാറ്റാം. ഇതിൻ്റെ സ്ഥാനത്ത് നമുക്ക് വേറെ എല്ലാം കൊണ്ടുവരാം. സെറ്റ് മതി. ഇത് എനേബിൾ ചെയ്യാം. ഓക്കെ, സെറ്റ്. ഓക്കെ, കളിച്ചു.
അവനെ സാപ്പ് ചെയ്തിട്ട് നല്ലൊരു ഈ 3 വന്ന് ഇവനെ കൊണ്ടുവരുന്നത് കേട്ടോ. ചുമ്മാ ഓട്ടോ ബിൽഡ് കൊടുത്തു നോക്കാം. ഓട്ടോ ബിൽഡ് ചെയ്തപ്പോൾ 106 വേദം 107 ഉണ്ടായിരുന്നല്ലോ. ഇത്ര മാറ്റുമ്പോൾ 107 അപ്പോൾ കാസ്റ്റാണ് താഴെ കൊണ്ടുവരണം. രബിൻ ജമാലിനെ കൊണ്ടുവരാം. 105 ഇപ്പോൾ വേണ്ട, ആരും വേണ്ട. സ്ലോട്ട് MD ആയി കിടന്നോട്ടെ. നമുക്ക് മാച്ച് കളിക്കാം. വെറുതെ ലാഗ് അടിപ്പിച്ച് സമയം കളയണ്ട. മറ്റേ കളി നമുക്ക് എന്തോ ലാഗ് അടിച്ച് പോയാ. നിഖിൽ VIP മാഞ്ചസ്റ്റർ യുണൈറ്റഡ് വേഴ്സസ് സ്പെയിൻ. ഓക്കെ, അവിടെ മാച്ച് സ്റ്റാർട്ട് ആയിക്കൊണ്ടിരിക്കുന്നു. അവൻ്റെ ടീം അറ്റാക്കിങ് 107, നമുക്ക് 105. ഡിഫൻസ് സീഡ് അവന് 106, നമുക്ക് 105. ഓക്കെ, ഗെയിം വാസ് സ്റ്റാർട്ടിങ്. എൻ്റെ മോനെ ക്രിസ്ത്യാനോ റൊണാൾഡോ 107 റേറ്റിംഗ്. മോനെ സെറ്റ് ടീം. സെറ്റൊന്നുമല്ല, നമ്മളെക്കാളും സെറ്റല്ലേ. റൊണാൾഡോയ്ക്ക് പഠിച്ച് ഊറ്റുമായി കഴിക്കും. റിയൽ ലൈഫിലല്ല, ഗെയിമിൽ. ആ ഫൗളല്ലേ അത്? ഞാൻ എന്നെ റീഡ് ചെയ്തടാ. ഓക്കെ, സ്റ്റേയിൻ്റെ ഗോളും. സിപ്പ് ചെയ്ത് കിട്ടാൻ മതി. വളരെ മേടിച്ചു. അങ്ങനെ നമുക്ക് ഗോൾ കിട്ടുമല്ലോ. നമ്മൾ ജാബ് സ്റ്റാമിനെ വെട്ടിച്ച് കിടിലൊരു കോഴ്സ് കിട്ടാൻ എനിക്ക്. എൻ്റെ മോനെ സീം ബ്ലോക്ക്, ഒരു രക്ഷയില്ല. പിന്നെ ബ്ലോക്ക് വെറുതെ ഇങ്ങനെ സ്ലൈഡ് ചെയ്ത് കളിക്കല്ലേ. ഞാൻ തന്നെ സ്ലൈഡ് ചെയ്യുന്നത് വേറെ കാര്യം. ക്രോസ് ഇടുന്നോ? ക്രിസ്ത്യാനോയ്ക്ക് ഹെഡ് ചെയ്യാൻ ക്രോസ് കൊടുത്തു, പക്ഷെ നടക്കുന്നില്ല. ഭാഗ്യം പോയില്ലായിരുന്നു. നമുക്ക് പറ്റിയ പണിയായി പോയത്. തൂവൊക്കെ ഇടുമ്പോൾ കളക്കാടം നോക്കി തൂടെ. റൊണാൾഡോയെ കയ്യിൽ നിന്ന് പന്തടിച്ച് അയ്യെന്തോ കാണിച്ചോളെ. അടിപൊളി. നമ്മൾ ജയിക്കുകയാണെങ്കിലോ ടൂർണമെന്റ്സിന്റെ വന്നത്. ഞാൻ അവനെ പിന്നെ റീഡ് ചെയ്ത്, പക്ഷെ ഈ പ്രാവശ്യം റീഡിങ് മൊത്തം പോയ കളിക്കാനും കൂടെ അറിയണം. നമ്മളെ ടീമിലെ പ്ലെയറിന്റെ അടുത്തോട്ട് തന്നെ എല്ലാം പോകും. എത്ര പേരെ കളിക്കണം. നമ്മളിപ്പോൾ ഒരു ഗോളിൽ ലീവ് എടുത്തിരിക്കുക. പോകുമെന്ന് അറിയത്തില്ല. നമ്മളെ ഹോം സ്റ്റേഡിയത്തിൽ വെച്ച് അവന്മാരുടെ കൂടെ നമ്മൾ കളിക്കുന്നത്. നമ്മളെ ഹോം സ്റ്റേഡിയം ഇല്ലേ ആണ് സ്പെയിനിൻ്റെ ഹോം സ്റ്റേഡിയം. ഫൗളല്ലേ? പുയോളെ നിനക്ക് ആരാളെ പാസ് ചെയ്യാൻ മതി എൻ്റെ അടുത്ത്. ഫൗള്. ഒരു ഗോൾ അങ്ങോട്ട് കൊടുത്തപ്പോൾ ഇങ്ങോട്ട് വരണം. ഇങ്ങോട്ടാണ് കൊടുത്തപ്പോൾ അങ്ങോട്ട് വരണം.
സ്ലൈഡ് ചെയ്ത് ടാക്കിൾ ചെയ്ത് നിൽക്കാൻ ഇവനെനിക്ക് ടാക്കിൾ ചെയ്യണം. ഓക്കെ, ക്ലിയർ ചെയ്താലും കുഴപ്പമില്ല. ക്ലിയർ ചെയ്യുന്ന പക്ഷേ അങ്ങോട്ട് ദൂരോട്ട് ക്ലിയർ ചെയ്യണം. എൻജോയ് ചെയ്യാൻ ഓക്കെ. ഓടിക്കോ ഓടിക്കോ ഓടിക്കോ. ഞാൻ സ്കിപ്പ് ചെയ്തിട്ട് ഞാൻ കറക്റ്റ് ചിപ്പ് ചെയ്ത് കൊടുത്ത് വന്നത്. ക്രിസ്ത്യാനോ ഗോൾ. അയ്യോ, ഞാൻ 78 മിനിറ്റ് ക്രിസ്ത്യാനോയുടെ ഗോൾ. ഏത് കാർഡാടാ? പുതിയ കാർഡ്. നമുക്ക് ചെറിയ പൈസ നമുക്ക് എടുക്കാമായിരുന്നു. പിന്നെ അപ്ഗ്രേഡ് ചെയ്താൽ മതി, അത് കാര്യം. എന്തായാലും ചെറിയ പൈസക്കൊന്നും കിട്ടത്തില്ലെന്ന് എനിക്കറിയാം, നിങ്ങൾക്കറിയാം. പിന്നെ പറഞ്ഞെങ്കിലും ആശ്വസിക്കാമെന്ന് വിചാരിക്കുന്നു. ഈ കളി തോക്കാൻ പാടില്ല. ബ്ലോ പോലും പിടിക്കാറില്ല. കളി നമ്മൾ കഴിഞ്ഞു. ലാസ്റ്റ് എനിക്ക് ക്രിസ്ത്യാനോയുടെ ഗോള് കാണുന്നു. നമുക്ക് എടുക്കാൻ കളിയുള്ളായിരുന്നു, സിമ്പിളായിരുന്നു. വെറുതെ അങ്ങ് ചിപ്പൊക്കെ ഇടാൻ നോക്കി പണി കിട്ടിയതാ. അൽവിൻ, എൻ്റെ പൊന്നോ, അവൻ്റെ അറ്റാക്കിങ് മിഡ്ഫീൽഡിങ്ങും ഡിഫെൻസീവും നോക്കിയേ. ഈ കളി നമ്മൾ തോറ്റടാ. അത് കഴിഞ്ഞ് അവൻ്റെ ലോകമാണെന്ന് ചാമ്പ്യൻ ഞങ്ങളെ FC. എൻ്റെ മോനെ സീൻ ടീം. ഓ, ചത്ത് കളി നമ്മൾ തോറ്റ്. എന്ത് ടീമാണോ അവൻ്റെ. കോമാനൊക്കെ കണ്ടോ? അതിൻ്റെ ഒരു കീപ്പറുടെ ഉണർന്ന്. സനറ്റി ബുക്കായോ സക്കായ ഫൗള് ചെയ്തില്ല. അല്ല, എൻ്റെ മോനെ ആ പാസ് കിടില്ല പാസ്സായിരുന്നു. പക്ഷെ അത് നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റിയില്ല. ഇതിനൊക്കെ കഴിഞ്ഞ പന്ത് സിമ്പിളായിട്ട് നമുക്ക് എടുക്കാൻ കഴിയുള്ളൂ. എൻ്റെ പൊന്നെ, നമ്മൾ ഓടിച്ച് അവർക്കെതിരെ നമ്മൾ ഓടിച്ചു. ഓക്കെ, അവിടെ എൻ്റെ മോനെ റൊണാൾഡോ നസാരിയോ പവോഷ്. ഞാൻ ചത്തെന്ന് വിചാരിച്ചു പവോഷോട്ട് വന്നപ്പോൾ. അടിപൊളി.
ചേട്ടോ നമ്മുടെ കയ്യിലോട്ട് തന്നെ ഓടിക്കാം ചിലപ്പോ കളി നമുക്ക് എടുക്കണോടാ. അടിപൊളി പറഞ്ഞ് തീർന്നില്ല. പിന്നെ പാസിങ്ങിന് ക്വാളിറ്റി ഉണ്ടോ? അതേപോലത്തെ ക്വാളിറ്റി പ്ലേസിൽ നമുക്കും വേണ്ട. പക്ഷേ അവിടെ പാസ് കൊടുക്കേണ്ട ആവശ്യമില്ലായിരുന്നു സത്യത്തിൽ. നമ്മളെ ആ പുയോളിൻ്റെ പാസിങ് ക്വാളിറ്റി ഉണ്ട്. പക്ഷെ ഡബിൾ ചെയ്യാൻ പറ്റിയില്ല. ഹാൻഡ് ബോൾ ഇല്ലേടാ അത്. ഹാൻഡ് ഇല്ലാതൊന്നും കുഴപ്പമില്ല. ബുക്കായോ സക്ക. വാട്ട് എ പാസ്. മോനെ സേവ്. Alvaro Garcia could pass. It's a running opportunity. എനിക്ക് അടിക്കാതെ കേട്ടോ അവിടെ വെച്ച് തന്നെ. ഒന്നുകൂടെ ചിലപ്പോൾ അങ്ങനെ ബ്ലോക്കായി പോയാലോ എന്ന് കരുതി. അതങ്ങനെ കീപ്പർ ഗോളടിച്ചാലും ഫൗളായിരുന്നു. സ്ലൈഡ് ചെയ്യുന്നത് കളി നമ്മളെടുത്ത് കളി നമ്മളെ വെച്ചു. ആളെ കിട്ടിയ സ്റ്റേജിന് ഒരു ഗോൾ കൊണ്ട് നമ്മൾ കളി എന്തായാലും ജയിച്ചിട്ടുണ്ട്. ഈ ഒരു ഗോൾ കാരണം നമ്മൾ കളി ജയിച്ചത്. ഒന്നും പറയല്ല. സീനടക്കില്ല. പക്ഷെ ഒന്നും രക്ഷയില്ല. പിടിയാൻ കൊള്ളു. എത്ര സ്റ്റാർ കിട്ടും? ഒരു സ്റ്റാർ കിട്ടത്തോളൂ. അതാണ് കാര്യം. 2 സ്റ്റാർ കിട്ടി. അത്രയും വലിയ ടീമിനോട് ജയിക്കുമ്പം 2 സ്റ്റാറൊക്കെ അധികമാണ്. ആ കളി കൊണ്ട് നമ്മളെ 40 ഈ പോയിന്റ്സ് കൂടും. 80 പോയിന്റ്സ് കിട്ടും നമുക്ക് ആ കളി കളിച്ചുകൊണ്ട്. ക്രിസ്ത്യാനോ 110, 107, ക്രിസ്ത്യാനോ ഇട്ട് അൽഹിലാലിനെ എടുത്തത്. സീനടാ മിക്കതും ബാലൻഡിയോ എഡിഷൻ കാർഡ്സ്. മോഡ്രിച്ചൊക്കെ ഉണ്ട്. നമ്മൾ എടുക്കാൻ വെച്ചിരുന്ന മോഡ്രിച്ചുണ്ട് അവരുടെ കയ്യിൽ. ആ മോഡ്രിച്ച് ആർക്ക് ഹെഡ് ചെയ്തടാ മനസ്സിലായില്ല എനിക്ക്. കളിക്കാതെ ഞാൻ ഇതിൻ്റെ സ്റ്റേഡിയമില് ഇതൊക്കെ പച്ചപ്പ് നിന്ന സ്റ്റേഡിയം എനിക്കിഷ്ടം. സൗളാട്ടോ നമുക്ക്. വീട്ടിൽ നന്നായി അത് പോകാൻ എനിക്കറിയാം. അത്രയും രീതിയിൽ കളിക്കറിയാവുന്ന
എന്ത് പാസ്സാണ് നമ്മൾ ടീം ഇടുന്നത്. ഇൻഡിഗോ മാർട്ടിനസോ ട്രെൻഡും നൂനാ മെൻഡസും തമ്മിൽ ഒരു വാക്ക് തർക്കത്തിൽ അടുത്ത ഫൗള്. എന്തിനാണ് ഇങ്ങനെ ചുമ്മാ ഫൗളാക്കി കൊടുക്കുന്നത്? അതങ്ങനെ ഗോള് കയറിയാലേ അത് ഗോള് കയറി എന്നൊരു വ്യത്യാസമൊന്നുമില്ല. ഗോളില്ല സേവ് ഉണ്ട് സീനാണ്. പിയോളിനോടുത്തോ പിയ പറ്റിയോ ആക്കിയില്ലേ? ഓ ആ പാസത്തെ പോലെ വിനിയുടെ ദേഹത്തോ വിനി ആരുടെ ദേഹത്ത് തന്നെ എത്തി. നമ്മളെ ഹോൾ ചെയ്തു. സുധീരൻ്റെ റെഡ് കാർഡ് അല്ല യെല്ലോ കാർഡ്. അവൻ്റെ ടീമേറ്റ് എന്നത് അവിടെ പോയിരുന്നത് അവിടെ ഇന്ന് ഹെഡ് ചെയ്ത് കളയുന്നു. അയ്യേ ബെക്കാമെ ജാവോക്കാ നിക്കോ വില്യംസ് ഒക്കെ ഡ്രിബിൾ ചെയ്ത് ഓണാക്കി. ചുമ്മാ കൈ കൊടുക്കാം. ചിലപ്പം ബിരിയാണി കിട്ടിയാലും ഫൗളല്ലേ? അല്ല പന്ത് കളഞ്ഞവൻ തന്നെ പന്ത് എടുക്കാൻ നോക്കി പിന്നെയും പന്ത് കളഞ്ഞു. നമുക്കൊരു ഓപ്പർച്യൂണിറ്റി കിട്ടി, അതുകൊണ്ട് മിസ് ചെയ്തു. അത് ഫൗൾ ചെയ്തു. അത് സെൻറ്ററിലോട്ട് ഇരിക്കുന്നതാണ് ആടെ തന്നെ. നമുക്ക് ഒരു ഗോൾ കിട്ടിയടാ. ചിലപ്പം അവൻ കളിച്ച് കയറാനുള്ള ചാൻസ് കൂടുതല. അവനത് ഹേർട്ടായി എന്ന് തോന്നുന്നു. കാരണം പറഞ്ഞില്ലേ അറിയാൻ കളിക്കുന്ന കളി നോക്കിയേ. ഇതൊക്കെ ഹാൻഡ് ബോൾ ഇല്ലടാ. കീപ്പർ വെളി വന്ന് സേവ് ഇടുന്നു. നമുക്ക് ഫ്രീ കിക്ക് ഉണ്ട് കേട്ടോ അവിടെ. ജസ്റ്റ് നമ്മളെ ഫൗൾ ചെയ്ത് ഗോൾ പിടിക്കാൻ പറ്റുമല്ലോ. ഇത്രയും നല്ല ടീമിന് ഗോൾ പിടിക്കാൻ മാത്രം ആവശ്യങ്ങളുണ്ടായിരുന്നു. നമ്മൾ കറക്റ്റായിട്ട് യൂസ് ചെയ്യാൻ അത് ഗോളായിരുന്നു. വേൾഡ് കപ്പ് 5 ഒരു സ്റ്റാർ കൂടെ കിട്ടിയാൽ നമുക്ക് 4 അടിക്കാം. ഒരു സ്റ്റാർ എങ്ങനെയാലും ഒപ്പിക്കണം. 4 അല്ല 3 ആക്കാം.
ചെൽസി സീൻ ചെയ്യുന്നു. ഒന്നും പറയാനില്ല. കളി വെച്ചെന്ന് നമുക്ക് നേരത്തെ കളി വെച്ചെന്ന് പറഞ്ഞാൽ കളിയൊക്കെ നമ്മൾ പിടിച്ച് കയറി. ഇത് നമുക്ക് നോക്കാം. ഇത് വേൾഡ് ക്ലാസ് 3ൻ്റെ കൂടെ കേട്ടോ. അത് വേറെ കാര്യം. ഞാൻ 3 തീർക്കാം. ചെൽസി അങ്ങനെ ഫൈനലി ഈ പ്രാവശ്യത്തെ ക്ലബുകളുടെ പഠിച്ച് കോൾപാർന്ന് ഹാട്രിക് കഴിഞ്ഞു. ആ മറ്റേ ഗോളുണ്ടെങ്കിൽ ആ പോയ പന്തുകളുണ്ടെങ്കിൽ ഞാൻ കരുതി ആദ്യമേ ഹാട്രിക് അടിച്ചു. എന്ത് കളിയാണ് അച്ഛൻ കളിച്ചവിടെ. ഗെയിം സ്റ്റാർട്ട് ആവുന്നില്ലല്ലേ. ഓ സീനട വാൻ ബസ് പുളിച്ചിക്ക് പെലെ മത്താത്തോസ് എന്ത് ടീമടെ പറ്റേ. വാൻ ബാസ്റ്റനൊക്കെ മാർക്കോ വാൻ ബാസ്റ്റനൊക്കെ ഫസ്റ്റ് സ്കില്ലിട്ടാണ് കളിയെ. ഓക്കെ സാമ്പിളോട്ട ഇയോനെ പിടി. ഓ ഇയോനെ കൊണ്ട് വലിയ തലവേദനയാണല്ലോ. The first whistle, as indicated, could be a minimum of 3 minutes of added time. Oh, half time. ഓക്കെ ചെൽസിയുടെ കിക്ക് ഓഫ്. കളി ചെൽസി ഒന്ന് ഫൗളാണ്. ഇതൊക്കെ അടിച്ച് ജയിക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ. മതി അങ്ങനത്തെ ടീംസാണ്. അല്ലെങ്കിൽ ഒന്നെങ്കിൽ അത് ക്ലോസ് ചെയ്ത് കൊടുക്കും. ആ ബെയിലിന് കൊടുക്കാനാണെന്ന് തോന്നുന്നു. ഫൗളല്ലേ അത്? അവന്മാരുടെ ഫൗളാ. അവൻ എന്തിനാണ് വെറുതെ ഫൗൾ എടുത്തത്? ഇവിടെ അവന്മാരുടെ ടീമിനെ തന്നെ ഇതേ പറയുന്നത്. അത് കളിച്ച് മതിയാൽ മതിയായിരുന്നു വെറുതെ. ടൈം വേസ്റ്റ് ചെയ്യേ. നെറ്റ് പോയാൽ സെറ്റായിരിക്കും അവനെ. ബസ് സ്റ്റോമിയാണ് ദേഹത്തോട്ട് പോകുന്നത്. കോൺഗ്രസ് മനസ്സിലായി. ആർക്കാണ് വെക്കാമ പാസിന്ന്? ഈ വെക്കാമ പാസിന് സ്കിൽ ഒട്ടിയേ ഇല്ല. ഭയങ്കര സീനാണല്ലോ. നമ്മളെന്തായാലും ഒരു ഡ്രോ അടിച്ചിട്ടുണ്ട്. അത്രയും വലിയ ടീമിലുള്ള ഡ്രോ അടിക്കാൻ ഇച്ചിരി കഷ്ടപ്പാടാണ്. ഡ്രോ ആസ്വദിക്കാം. നമുക്ക് ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുക. ഒരു കോള് വരുന്നുണ്ട്. നോ സ്കോർ ആയതുകൊണ്ട് നമുക്ക് ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് നമുക്ക് അവസാനിപ്പിക്കാം. അപ്പോൾ വേറൊരു വീഡിയോയിൽ കാണാം. ബൈ.